നേരത്തെ എനിക്കൊന്ന് ഒരു 5-6 വർഷം മുമ്പേക്ക് ഒരാഴ്ചത്തെ പരിപാടി, ഇപ്പൊ 15 ദിവസം പരിപാടിയാ. നാട്ടിലത്തെ ഓരോ വിശേഷങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു വിഷയം, എനിക്കൊന്ന് ലോകത്തിലേക്ക് എങ്ങും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അവിടെ പോകുന്നതെന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഈ വർഷം എനിക്ക് കിട്ടി. കാരണം ഞാൻ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് തെള്ളിയൂർക്കാവിലെ വിശേഷം വന്നത്. ഞാൻ പോയി കണ്ടു. അതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു അമ്പലത്തിൽ മീൻ സെയിൽ ചെയ്യുന്ന ഒരു അമ്പലം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു അമ്പലം ഉണ്ടോ? ഉണ്ട് കേട്ടോ. അത് എന്റെ വീടിനടുത്ത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ അറിയുമോ, ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കും പോലെ ഇന്നും ഇത്രയും വർഷങ്ങളൊക്കെ ആയിട്ടും അവിടുത്തെ അമ്പലത്തിലെ വിശേഷത്തിലാണ് ഒരു വീടിന് വേണ്ടി എല്ലാ സാധനങ്ങളും, അത് A to Z, അതായത് നമ്മുടെ വീടിന് വേണ്ടി ഫർണിച്ചറുകള്, ഞങ്ങളൊക്കെ പണ്ട് ചെരുപ്പും വളയും മാലയും ഇതൊക്കെ വാങ്ങിക്കുന്ന അവിടെ നിന്നാണ്. വർഷത്തിൽ ഒരിക്കലേ ഉള്ള അവിടുത്തെ വിശേഷം. അതായത് വൃശ്ചിക മാസം 1-ാം തീയതി സ്പെഷ്യലാ പറഞ്ഞാൽ അയ്യപ്പ സ്വാമിക്ക് അവിടെയാണ് അന്ന് മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടുന്നത് എല്ലാവരും. അന്നൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്ന ഉത്സവം ഇപ്പം അതായത് 15 ദിവസം ഉത്സവം വെച്ചു. ഞാൻ പക്ഷെ തുടക്കത്തിലാണ് പോയത്, അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ ചെറിയ മഴയും അങ്ങനെയൊക്കെ ഉള്ള സംഭവമായതുകൊണ്ട് വലിയ ആളില്ലായിരുന്നു. എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീടിന് വേണ്ടിയത് എല്ലാ സാധനങ്ങളും. അപ്പൊ അതുകൊണ്ട് അന്ന് ഭയങ്കര വിശേഷമാണ്. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുമ്പ് എനിക്ക് ഒറ്റ ദിവസമേ ഉള്ളായിരുന്നു. അതായത് വൃശ്ചിക 1-ന് മാത്രം അന്ന് മാലയിടുന്നത്. പിന്നെ കച്ചവടങ്ങൾ ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് എല്ലാ കച്ചവടങ്ങളും. നമുക്കറിയാലോ ഒരു വീടിന് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. അവിടെയാണ് മീൻ കിട്ടുന്നത്. ഉണങ്ങിയ സ്രാവാണ് അവിടുത്തെ സ്പെഷ്യൽ. തെള്ളിയൂർക്കാവ് അമ്പലത്തിലാണ് സാധാരണ വൃശ്ചിക 1-ന് വിശേഷം. അതിന് ചുറ്റിലുള്ള സ്ഥലത്താണ് ഈ കച്ചവടങ്ങളെല്ലാം നടക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ഞങ്ങളുടെ ആ ഏരിയ എനിക്കൊരു 10-25 കിലോമീറ്ററിനുള്ളിൽ എല്ലാവരും ഈ ഒരു ദിവസം അവിടെ പോയി അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കും. കാര്യം മോറം, അടച്ചേട്ടി, മൺചട്ടി, അലുമിനിയം പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, കട്ടിൽ, സോഫ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെയാണ് കിട്ടുന്നത് അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പോൾ തനിയെ ഫർണിച്ചർ കടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിരിക്കും. ഒരിക്കലും ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കലും എനിക്ക് സ്രാവ് വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞ് അലച്ചുപോകി നാടെല്ലാം ഇളക്കി ഒടുവിൽ എൻ്റെ അമ്മ പോയി ഉണക്ക സ്രാവ് വാങ്ങിച്ചിട്ട് വന്നു. അതാ ഉപ്പും കൊണ്ട് വായിൽ വെക്കാൻ വയ്യ. അങ്ങനെ ഒരു സംഭവം നടന്ന് എനിക്ക് ഇന്നും അത് മറക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ സ്രാവിന് വേണ്ടിയാണോ ഞാൻ ഈ കരഞ്ഞു വിളിച്ചതെന്ന് ചോദിച്ചു. അറിയില്ലാത്ത സമയത്ത് ചെയ്തതല്ലേ. പക്ഷെ എന്തായാലും തെള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ ആ അമ്പലത്തിലെ വിശേഷത്തില് എല്ലാവരും സ്രാവ് വാങ്ങിക്കും. വേറെ ഒന്നും വാങ്ങിച്ചില്ലേലും സ്രാവ് വാങ്ങിച്ചിരിക്കും. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും വാങ്ങിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക വിശേഷം ഈ ഒരു അമ്പലത്തിലെ വിശേഷത്തിനുണ്ട്. ആ വിശേഷത്തിൽ ഈ വർഷം എനിക്ക് പങ്കുചേരാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി. 2 ദിവസം പോയി കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞിലത്തെ കാര്യമല്ല. അന്ന് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് പോന്നിട്ട് എത്രയോ വർഷങ്ങളായി. അതിനുശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല, വിശേഷത്തിന് പോയിട്ടില്ല, തെളിയൂർക്കാവിൽ പോയിട്ടില്ല. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിലായിരുന്നു കടകളൊക്കെ. ഇപ്പം റോഡ് സൈഡ് മാറ്റിയിട്ട് ഫുള്ളും അമ്പലത്തിന് ചുറ്റിലുമുള്ള സ്ഥലങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അവിടെയാണ് മുഴുവൻ കടകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം ഞാൻ പോയി സ്രാവ് വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾ വറുത്ത് കഴിച്ചു. ഉപ്പാണെങ്കിലും അതിന് തെള്ളിയൂർക്കാവിലെ സ്രാവിന് ഒരു പ്രത്യേക രുചിയാകട്ടോ. എന്ത് തന്നെ പറഞ്ഞാലും ഭയങ്കര വിലയുമാകട്ടോ. അന്നത്തെ വിലയൊന്നുമല്ല ഇന്ന്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ചെരുപ്പ്, വള, മാല ഇതൊക്കെ ഇട്ടത് തെള്ളിയൂർക്കാവിൽ നിന്ന്. അല്ലാതെ ഞങ്ങളൊന്നും അന്നൊന്നും കടയിൽ പോയി അന്നത്തെ സാഹചര്യം അങ്ങനെ ആണല്ലോ, ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഞാൻ 25 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവരും തെള്ളിയൂർക്കാവ് അമ്പലത്തിലെ 1-ാം തീയതി തെള്ളിയൂർക്കാവിൽ പോയാണ് ഞങ്ങളെല്ലാവരും വള, മാല, ചെരുപ്പ്, കമ്മല്, ഈ വക സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് വേണ്ടി അലമാരി, കട്ടിൽ ഇതൊക്കെ വാങ്ങിക്കുന്ന അവിടെയാണ് മൺചട്ടികൾ, അലുമിനിയങ്ങൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവിടെ ചെന്ന് അത് കാണാൻ പറ്റിയപ്പോഴേ. എന്തായാലും ഞാൻ പോയി ആ വിശേഷങ്ങൾ ചിലപ്പോൾ കാണിക്കാം. ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു അമ്പലത്തിൽ മീൻ, അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ. സാധാരണ അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിശേഷമാണ്. അമ്പലത്തിന്റെ കോമ്പൗണ്ടിലാണ് ഈ സ്രാവിന്റെ സെയിലുള്ളത്. ഇതുപോലത്തെ വല്ല വിശേഷം അത് അമ്പലങ്ങൾ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ട്? എന്റെ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ നമുക്ക് വിവരം അറിയിച്ചാൽ സന്തോഷമായിരിക്കും കേട്ടോ. അതെല്ലാം ഞാൻ പറഞ്ഞത്.
അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നാട്ടിലെ വിശേഷങ്ങളാണ് ഇനി കുറേ ദിവസങ്ങൾ കേട്ടോ.